നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 598 598. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 598. അക്രൂരൻ്റെ വൃന്ദാവനയാത്ര, അല്ല ഗോകുലയാത്ര. അതായത് സർഗം 94 60ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. എത്രയോ ജന്മങ്ങൾ മുതൽക്ക് ഈശ്വര ദർശനം കൊതിച്ചു കൊണ്ടേ പോരും ഞാൻ ഏതോ പുണ്യജീവനാം. അക്രൂരൻ്റെ മനോഗതാണ്. എത്രയോ ജന്മങ്ങൾ മുതൽക്ക് ഈശ്വര ദർശനം കൊതിച്ചു കൊണ്ടേ പോരും ഞാൻ ഏതോ പുണ്യജീവനം എന്ന് പറഞ്ഞിട്ടാണല്ലോ കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയത്. അപ്പോൾ ഇനി നമുക്ക് 61ാമത്തെ ശ്ലോകം നോക്കണം. അല്ലെങ്കിൽ എന്നിൽ ഈ വണ്ണം മലിഞ്ഞ അംബുജലോചനൻ അയാളെ കൊണ്ടു നൽകിക്കാൻ ആ രഥം ഇന്ന് അല്ലയെങ്കിലോ. അപ്പോൾ ഭഗവാന്റെ ശത്രുവായിരിക്കുന്ന ഒരാൾ തന്നെ അദ്ദേഹത്തിൻ്റെ രഥം തന്നിട്ട് ഭഗവാനെ കൂട്ടിക്കൊണ്ടുപോകാൻ എന്നെ ഏൽപ്പിക്കുമ്പോൾ അതിൽ ഭഗവാന്റെ ഒരു കയ്യൊപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇന്ന് ഈ വണ്ണം അലിഞ്ഞ് അംബുജലോചനൻ താമരദള നയനൻ അയാളെ കൊണ്ടു നൽകിക്കാർ രഥം ഇന്ന് അല്ലെങ്കിലോ. വലുതാം പുണ്യം ഒന്നെന്തോ തപസ്സോ തക്ക ദാനമോ. ഞാൻ എന്തൊക്കെയാണ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കെന്നെ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് പറഞ്ഞത് വലുതാം പുണ്യം ഒന്ന് എന്തോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചിലപ്പോൾ തപസ്സാവാം, അല്ലെങ്കിൽ തക്കതായ ദാനമാവാം. ചെയ്തിട്ടുണ്ടായിടാം അല്ലെന്നാകിലോ വല്ല മട്ടിലും ഫോർ എനി റീസൺ എനിക്കറിയില്ല. വല്ല മട്ടിലും ഏതെങ്കിലും മഹാത്മാക്കളേകിയിട്ടുണ്ടാം അനുഗ്രഹം. എൻ്റെ ജീവിതത്തിൽ എത്ര മഹാത്മാക്കളാണ് തലയ്ക്ക് കൈ വെച്ചിരുന്നതെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഏതെങ്കിലും മഹാത്മാക്കളേകിയിട്ടുണ്ടാം അനുഗ്രഹം. അവർതൻ ഫലമാം ആവാം ഇന്ന് അരവിന്ദായദാക്ഷനെ. അതുകൊണ്ടാവാം ഇന്ന് സാക്ഷാൽ ശ്രീഹരിനെ ദർശിക്കാൻ എനിക്ക് സാധ്യമാവാൻ പോകുന്നത് എന്ന് ഇദ്ദേഹം പറയണു. എന്നിട്ടോ ഇനി ഇദ്ദേഹത്തിൻ്റെ ഭാവത്തിൽ ഭഗവാൻ എങ്ങനെയാണ്? പീലി പൊന്മുടിയും പില്ലാങ്കുഴലും വനമാലയും പീതാംബരവും മാർന്നേറെ വിളങ്ങും മുകിൽ വർണ്ണനെ. ആരേനെ? പീലി പൊന്മുടിയും പുല്ലാങ്കുഴലല്ല പില്ലാങ്കുഴലും വനമാലയും പീതാംബരവും മാർന്ന് ഏറെ വിളങ്ങും മുകിൽ വർണ്ണനെ. അമ്പാടി വീട്ടിൽ എങ്ങെങ്ങും മണിത്തളകിലുങ്ങവേ. അമ്പാടിയിൽ മണിത്തളകിലുങ്ങവേ നർത്തനം ചെയ്തു വിലസും നന്ദഗോപകുമാരനെ. നേരിട്ടു ചെന്നു ദർശിപ്പാൻ തക്ക സൗഭാഗ്യം മേൽപ്പൂ ഞാൻ. ആഹാ, ഞാൻ എന്തസംബന്ധം ആലോചിക്കുവതൊക്കെയും. സംബന്ധമില്ലാത്ത അസംബന്ധമാണോ ഞാൻ ആലോചിക്കണത് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിൽ തോന്നുകയാണ്. അങ്ങനെ തോന്നും അല്ലേ? അപ്പോൾ മുനീന്ദ്രർ പോലും ചിന്തിച്ച് ഉൾക്കാമ്പിലെത്രയും മുനീന്ദ്രർ പോലും ചിന്തിച്ച് ഉൾക്കാമ്പിലെത്രയും പ്രതീക്ഷയോടെ വീണീടിൽ മാത്രം അല്പാൽപ്പമിങ്ങനെ. ഇല്ലേ, വലിയ മുനീശ്വരന്മാർക്ക് കൂടി നേരിട്ട് കാണാൻ സാധിക്കണില്ല. മുനീന്ദ്രർ പോലും ചിന്തിച്ച് ഉൾക്കാമ്പിലെത്രയും പ്രതീക്ഷയോടെ വീണീടിൽ മാത്രം അല്പാൽപ്പം അങ്ങനെ പ്രത്യക്ഷനാം പ്രഭുവിനെ സർവലോകൈകനാഥനെ. ഈ ശ്രീകൃഷ്ണനാരാ? സർവലോകൈകനാഥനെ. ഇതറിയാതെ കണ്ടല്ലേ നമ്മൾ
ശ്രീകൃഷ്ണൻ്റെ അമ്പലങ്ങളിൽ പോയിട്ട് കാര്യം സാധിക്കാണ്ട്, അല്ലെങ്കിൽ അവിടെ നമ്മളൊരു പുല്ലായിട്ട് ജനിക്കാനും കൂടി നമ്മളെ കൊണ്ട് സാധിക്കണില്ലല്ലോ. പേര് കേട്ട ക്ഷേത്രങ്ങളിൽ എന്തിനാ പോണത്? അവരവരുടെ നാട്ടിലുള്ള ദേശദേവതേനെ മാനിക്കാൻ പഠിക്കൂ. അവരവരുടെ ഉള്ളിൽ വിരാജിക്കുന്ന പരമ്പൊരുൾ ലോകൈകനാഥനാണ്. പിന്നെ എന്താ നമ്മൾക്ക് കുഴപ്പം? അപ്പോൾ നേരിട്ടു കാണുവാൻ ഏതോ തുച്ഛം മർത്യൻ കൊതിക്കുകിൽ, ഞാനൊരു തുച്ഛൻ ആള്, ഞാൻ എങ്ങനെ ഇത്ര വലിയൊരു കാര്യം ആലോചിക്കുക? അവനേക്കാളും ആരുണ്ട് ഇന്ന് അപഹാസത്തിനാസ്പദം. ഞാനിപ്പോൾ ഭഗവാനെ കാണാൻ പോകണമെന്ന് ആരോടെങ്കിലും പറഞ്ഞാൽ അവരെന്നെ പറ്റിയിട്ട് എന്താ വിചാരിക്കുക? ഇത്ര ചീപ്പാണോ കൃഷ്ണൻ? അങ്ങനെയല്ല. നമ്മൾ ഓരോരുത്തരും അനവരതം ചെയ്തുകൊണ്ടിരിക്കുന്ന പുണ്യങ്ങൾ ഏറുമ്പോൾ ഭഗവാൻ നമ്മുടെ മുമ്പിൽ വരാതിരിക്കാൻ പറ്റില്ല. ഭഗവാൻ ഏതെങ്കിലും രൂപത്തിൽ. അപ്പോൾ ആത്മോർക്കർഷേശ്ച വിഷയലംബളനെന്ന പോലെ, അല്ല അത് ഞാൻ ഒരു വരി വിട്ടിട്ടുണ്ട് അവിടെ. അവനെക്കാളും ആരുണ്ട് ഇന്ന് അപഹാസത്തിനാസ്പദം രാജസിംഹാസനം വല്ല ദരിദ്രനെന്ന പോലവേ. രാജാവിൻ്റെ സിംഹാസനം അത് തുടയ്ക്കുന്ന ആൾക്ക് കൂടി, ഭൃത്യന് കൂടി അതിലിരിക്കാൻ പാടില്ല. എന്നിട്ട് വേണ്ടേ ദരിദ്രനെന്ന പോലവേ. ഞാൻ ആ രാജാവിൻ്റെ നാട്ടിലൊരു ദരിദ്രൻ ആ രാജസിംഹാസനം കണ്ട് കൊതിക്കാൻ പാടുമോ എന്ന അക്രൂരൻ്റെ മനോഗതം. പിന്നെ പറഞ്ഞു അഖണ്ഡ ബ്രഹ്മവിജ്ഞാനം. ഭഗവാൻ ആരാ? അഖണ്ഡ എന്ന് പറഞ്ഞാൽ ഖണ്ഡിക്കപ്പെടാൻ പറ്റാത്ത ബ്രഹ്മവിജ്ഞാനം നാസ്തികനെന്ന പോലവേ. ഇന്ന് നാസ്തികന്മാരാണ് ജാസ്തി. ആരെന്താ നാസ്തികന്മാരെന്ന് പറഞ്ഞാൽ? ഈശ്വരനെ തള്ളിപ്പറയുന്നവർ, അതായത് ഈശ്വരൻ ഇല്ലാന്ന് പറയുന്നവർ. അവർക്കത് പറ്റില്ല എന്നെ. അപ്പോൾ അഖണ്ഡ ബ്രഹ്മവിജ്ഞാനം നാസ്തികനെന്ന പോലവേ ആത്മോത്കർഷേശ്ച വിഷയലംബടനെന്ന പോലവേ. ആത്മോത്കർഷേശ വിഷയലംബട, അതായത് ആത്മീയാനന്ദം ആർക്ക് പറ്റില്ല? വിഷയലംബടം, കള്ള് കുടിച്ച് കൂത്താടിയിട്ട് നടക്കണവന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഐ ആം സോറി. ഞാനല്ല പറഞ്ഞത്, വ്യാസരും താമരശ്ശേരി ഇഷ്ടപ്പെട്ട തിരുമ്പാട് കൂടി പറയണു. വേദാർത്ഥ ചിന്തനാകാംക്ഷ, വേദാർത്ഥ ചിന്തന് ആകാംക്ഷ. എന്തിലെ? ഈശ്വരീയത അനുഭവിക്കുന്നതിൽ ആനന്ദാനുഭൂതി വരുമ്പോൾ വേദാർത്ഥ ചിന്തൻ വേണമെങ്കിൽ എന്നെ പോലെ എന്ന് പറയാം. കാരണം എനിക്ക് 47 വയസ്സുള്ളപ്പോൾ ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നത്. ഇന്നിപ്പോൾ 72 വയസ്സായി എനിക്ക്. ഞാൻ ഈ 47 വയസ്സിൽ എനിക്ക് എന്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ടോ അതൊക്കെ ഞാൻ ഈ ഹസ്ര സാമ്യത്തിൽ നേടി. കാരണം എന്താ? മനസ്സിൽ ഇതന്നെയാണ് കാര്യം. കാരണം എൻ്റെ അച്ഛൻ, അദ്ദേഹം മരിക്കുമ്പോൾ 82 വയസ്സാണ്. എപ്പോൾ? 1974 ഒക്ടോബർ 9. അദ്ദേഹം കാലത്ത് 3 ഇങ്ങനെ കാണിക്കട്ടെ, 4 കാണും. 3 മണിക്ക് നീക്കും. 3 മണിക്ക് നീട്ട് ചുറ്റുകാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് ഭാഗവതം ഉപാസിക്കും. അതെങ്ങനെ? ഭാഗവതത്തിന് സരസ്വതി പീഠത്തിലൊക്കെ വെച്ച് അതിനെ പട്ടിലൊക്കെ പൊതിഞ്ഞിട്ടുണ്ടാവും. അതിനാദ്യം കട്ടഴിക്കണതിൻ്റെ മുമ്പ് തന്നെ അതിനെ തുളസിപ്പൂ കൊണ്ട് പൂജിച്ച് പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കും. എന്നിട്ട് ഒരു ശർക്കരയുടെ കഷ്ണം, ഒരു അച്ചോ അല്ലെങ്കിൽ ഒരു പഴോ, 2 പഴമായിട്ട് ഒന്നായിട്ട് കുപ്പില്ല, 2 പഴോ കുറച്ച് മലരോ ഒക്കെ നിവേദിക്കും അച്ഛൻ. ആർക്ക്? ഭാഗവതത്തിന്. എന്നിട്ട് ചെന്തമിഴ് ലിപിയിലുള്ള, അതായത് സംസ്കൃതം മൂലം ചെന്തമിഴ് ലിപിയിലുള്ള അത് പിന്നെ വായിച്ച് രസിക്കും. വീട്ടിൽ വന്ന് അച്ഛൻ ഒരു ചെറുതായിട്ടൊരു ഗ്ലാസ് പാലെന്തെങ്കിലും കുടിച്ചാൽ ഊണ് കഴിക്കണ വരെ ഞങ്ങളെ പിടിച്ചിരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ പക്വത പറഞ്ഞു തരും. ഏറ്റവും വലുത് എന്താ വെച്ചാൽ പശുക്കളെ ഉപദ്രവിക്കരുത്, ബ്രാഹ്മണരെ, പ്രത്യേകിച്ച് ഈ അമ്പലത്തിൽ വരുന്ന ബ്രാഹ്മണരെ ബഹുമാനിക്കണം, പിന്നെ കക്കരുത്, നുണ പറയരുത്, കുളിക്കാണ്ട് ഇരിക്കരുത്, നേരത്തെ കുളിക്കുക, അമ്പലത്തിൽ പോവുക, വരച്ച കുറിയിടുക, വൈകുന്നേരം കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴണം. അപ്പോൾ ഇതാണ് ഈ കക്കരുത്, നുണ പറയരുത്. അത് അദ്ദേഹത്തിന് ഭയങ്കര പിന്നെ എന്താണെന്നാ പറയുക, നിർബന്ധമുള്ള കൂട്ടത്തിലായിരുന്നു. ഞാൻ സത്യത്തിൽ അദ്ദേഹത്തിന് ഒരു റോൾ മോഡലായിട്ട് എടുത്തു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ
വേദാർത്ഥ ചിന്തനാം ആകാശ വെറും മൂർഖനു പോലവേ. വേദാന്ത ചിന്തനത്തിനുള്ളവന് സാധിക്കുന്ന കൂട്ടത്തിൽ മൂർഖത്വമുള്ളവന് ഭഗവാന്റെ അനുഭൂതി എങ്ങനെ ഉണ്ടാവുക? സാധിപ്പതല്ല എന്നാലും ഉള്ളിൽ ആശിച്ചുകൂടെയോ. അപ്പോൾ സാധിക്കില്ല എന്നുണ്ടെങ്കിലും ആശിച്ചൂടെ എന്ന്. ആശ ആവാം, പക്ഷേ പ്രവർത്തിക്കണം. മനോരാജ്യത്തിൽ ഞാനെന്തിനർദ്ധരാജ്യം കൊതിക്കണം. ഞാനെന്തിന് അർദ്ധരാജ്യം കൊതിക്കണം. ഒരു പക്ഷേ മനുഷ്യൻ്റെ ഭാഗ്യം ആർ കണ്ടു മന്നിതിൽ. നമ്മൾ ഓരോരുത്തരുടെയും ഭാഗ്യം അവരവർക്കും അറിയില്ല, അവരവരെ ചുറ്റിപ്പറ്റിയിട്ടുള്ളവർക്കും അറിയില്ല. ആർക്കറിയാം? ഭഗവാൻ അറിയാം. ആമട്ടഴും മഹാഭാഗ്യം നീയുള്ളോനില്ല എങ്കിലും, അങ്ങനെ ഒരു മഹാഭാഗ്യം എനിക്കില്ലെങ്കിലും കാരുണ്യത്തിനു കുറവില്ലല്ലോ നാഥൻ ഒരാളിലും. അതാണ് ശരി. കാരുണ്യത്തിന് കുറവില്ല. ഭഗവാന്റെ കാരുണ്യം നമ്മുടെ ഉള്ളിൽ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നമ്മളത് അറിയണില്ല. നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണ് നമ്മൾ എല്ലാം ഉണ്ടാക്കണമെന്നാണ്. അങ്ങനെയല്ല, ഈശ്വരൻ്റെ കാരുണ്യമാണ് അല്ലേ? അത് മനസ്സിൽ ഉറക്കണം. ഈശ്വരകാരുണ്യമാണ് എന്നുള്ളത്. എന്നല്ല നാഥൻ ഒരാളിലും എന്നല്ല കൊള്ളാതവനിൽ കൊണ്ടൽ വർണ്ണൻ കനിഞ്ഞിടും കാലപ്രവാഹ മധ്യത്തിൽ മരങ്ങൾ ഒഴുകിയിടവേ. വലിയ മാമരങ്ങൾ, എടുത്താൽ പൊന്താത്ത മാമരങ്ങൾ മഴവെള്ളപ്പാച്ചിലിൽ ഒഴുകുന്നത് പോലെ ചിലപ്പോൾ എന്ത് പറ്റും? കൊള്ളാതവനിൽ കൊണ്ടൽ വർണ്ണൻ കനിഞ്ഞിടും. കാരണം ഭഗവാന്റെ ലീല എങ്ങനെയാണ്? കരപറ്റുന്നതായി കാണാം അല്ലേ? ചിലവരെ വള്ളത്തിനൊഴുക്കലെ കരപറ്റുന്നതായി കാണാം. ഇപ്പം ഈ വലിയ വലിയ ടൗണലുകൾ വെള്ളപ്പൊക്കം വരും. അപ്പം മാൻഹോള് തുറന്നിട്ടുണ്ടാവും. വെള്ളപ്പൊക്കത്തിൽ ഒരാൾക്ക് വെള്ളം ഉണ്ടാവും. അപ്പോൾ വീട്ടുകാരോട് വിളിച്ച് പറയണം, ഇതാ ഞാൻ എത്തി, ഡോൺ വറി. അപ്പോഴാണ് മാൻഹോളിലെ ചുഴി ഇയാളെ അകത്തേക്ക് കൊണ്ടുപോവുക. ഇത് ആരാ നിയന്ത്രിക്കണത്? ഭഗവാൻ. കാരണം എന്താ? ഓരോരുത്തരും എങ്ങനെ മരിക്കണം, എങ്ങനെ രക്ഷപ്പെടണം, ഇതൊക്കെ അവരവരുടെ കർമ്മഫലം കൊണ്ടുള്ളതാണ്. അപ്പോൾ ഭഗവാനാണ് സാക്ഷിയാണെന്ന് മാത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, കരപറ്റുന്നതായി കാണാം കാറ്റിൽ പുൽക്കൊടിയങ്ങിനെ ഞാനൻ മഹാപ്രഭുവിനെ കാണും ഇന്ന് ഏതു മട്ടിലും. ഉറപ്പിച്ചു മൂപ്പര്. ഒരു വട്ടം, 2 വട്ടം, 3 വട്ടം. ഞാനൻ മഹാപ്രഭുവിനെ കാണും ഇന്നേതു മട്ടിലും. ഇന്നെൻ്റെ യാത്രാസമയം എത്രയും ശുഭസൂചകം. ഇന്ന് എൻ്റെ യാത്രാസമയം എത്രയും ശുഭസൂചകം. വലം വയ്ക്കുന്നിതാ കൃഷ്ണമൃഗങ്ങൾ ഇവ മെല്ലവേ. എന്താണ്? രഥം എടുത്തപ്പോഴും മാൻകുട്ടികൾ 4 വാളും മുന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. കാര്യസാധ്യത, നിമിത്തശാസ്ത്രമാണ്. വലം വയ്ക്കുന്നിതാ കൃഷ്ണമൃഗങ്ങൾ ഇവ മെല്ലവേ. തീർച്ചയായും കനിഞ്ഞിടും എന്നിലൻ കരുണാനിധി. എത്ര സ്പഷ്ടമായിട്ടാണ് പറഞ്ഞത്. തീർച്ചയായും കനിഞ്ഞിടും എന്നിൽ കരുണാനിധി. സുപ്രഭാതം മുതൽക്കേ ഞാൻ കാണും ശകുനമൊക്കെയും. കാലത്ത് മുതൽക്ക് ഇതുവരയ്ക്കും ഞാൻ നല്ല ശകുനങ്ങളാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. മംഗളങ്ങൾ മനക്കാമ്പിൽ തോന്നിപ്പൂ വീണ്ടും ഈ വിധം. മംഗളങ്ങൾ, ശുഭാപ്തി വിശ്വാസം തരുന്നതായ കാര്യങ്ങൾ മനക്കാമ്പിൽ തോന്നിപ്പൂ വീണ്ടും ഈ വിധം. ജീവിതം പുതുതായി പൂത്തുമുട്ടിയിടുന്ന മാതിരി. ജീവിതം പുതുതായി പൂത്തുമുട്ടിട്ടിടുന്ന മാതിരി. കുളിച്ചൂത്തുവരും 2 വിപ്രന്മാർ പുണ്യശാലികൾ. കുളിച്ചിട്ട് സൂര്യന് ജലം അർപ്പിച്ചിട്ട് 2 ബ്രാഹ്മണർ പുണ്യശാലികൾ ഭഗവൻ നാമവും കീർത്തിച്ചണഞ്ഞു മുന്നിൽ. ആദ്യമായി ഒരു വഴിക്ക് പോകുമ്പോൾ 2 ആളായിട്ട് വേണം, ഒറ്റ ബ്രാഹ്മണൻ വരരുത്. 2 ബ്രാഹ്മണരൊപ്പം ഈശ്വരനാമ കീർത്തനങ്ങൾ ചെയ്ത് മുമ്പിൽ വന്ന് വട്ടാൽ വിചാരിക്കാൻ പോകുന്ന കാര്യം നടന്നു. അപ്പോൾ കുളിച്ചൂത്തു വരും 2 വിപ്രന്മാർ പുണ്യശാലികൾ ഭഗവൻ നാമവും കീർത്തിച്ചണഞ്ഞു മുന്നിൽ. ആദ്യമായി പൊൻ താമ്പാളത്തിൽ നാഥന്നു നേദിപ്പാൻ കദളിപ്പഴം. അപ്പോൾ അവരുടെ കയ്യിൽ എന്തുണ്ട്?
ഭഗവാന് നേദിക്കാൻ പൊൻതാമ്പാളത്തിൽ കദളിപ്പഴം എടുത്തണകയാം. പിന്നീടേതോ 4-5 സാധികൾ, കുറച്ചുകൂടി രഥം മുന്നോട്ട് പോയപ്പോൾ 4-5 സാധുക്കൾ പൊൻപാത്രത്തിലെ കദളിപ്പഴമായിട്ട് ഭഗവാന് നേദിക്കുക. കാണും ഞാൻ കമലാക്ഷൻ്റെ കമനീയ മുഖാംബുജം കരുണാപാങ്കലളിതം ക്രമകുന്തളഭൂഷിതം. എന്തൊക്കെയാ പറഞ്ഞത്? കാണും ഞാൻ കമലാക്ഷൻ്റെ, ഞാൻ താമരക്കണ്ണനെ കാണും. കമനീയ മുഖാംബുജം, ഏറ്റവും സുന്ദരന്മാരിൽ സുന്ദരനായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ കാണും. കരുണാപാങ്കം പാങ്കലളിതം, ലളിതമാണ് അദ്ദേഹത്തിൻ്റെ എന്താണെന്ന് പറയുക, ആടയാഭരണങ്ങളൊക്കെ. ക്രമകുന്തളഭൂഷിതം, തലമുടി പാകത്തിന് ഇങ്ങനെ കഴുത്ത് വരെ വളർന്നു നിൽക്കുന്നുണ്ട്. സുനാസാശോഭിതം, സുനാസാശോഭിതം, നല്ല മൂക്ക്, നീണ്ട മൂക്ക്. സുനാസാശോഭിതം ശോണബിംബാധര മനോഹരം, ശോണബിംബാധരം, അധരം നല്ല ചുവപ്പ് നിറമാണ് അദ്ദേഹത്തിൻ്റെ. ബിംബാധരം മനോഹരാണെന്ന് പറയുന്നു. മന്ദസ്മിതാർദ്ര സുഭഗം, പുഞ്ചിരിയോ അതിനേക്കാൾ സുഭഗം, ഭംഗിയുള്ളത്. മണികുണ്ടലമണ്ഡിതം, കാതിലത്തെ എന്താ പറയുക, മണികുണ്ടലങ്ങൾ, അതായത് സാധാരണ മത്സ്യാകൃതിയിലുള്ള കുണ്ടലങ്ങളാണ് ഭഗവാൻ ധരിക്കുക. രമണീയക സർവസ്വം, എല്ലാം രമണീയമാണ്. രമണീയം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മേന്മയായിട്ടൊരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. രമണീയക സർവസ്വം രാധികാ പരിചുംബിതം. ഈ ദ്വിഭുജ കൃഷ്ണൻ എന്നുള്ള പിന്നെ ലോകത്തിലെ ഗോലോകം എന്ന് പറയും, അവിടെ ദ്വിഭുജൻ, 2 കൈയുള്ള കൃഷ്ണനാണ് പ്രധാനം. അപ്പോൾ രാധികാ പരിചുംബിതം, രാധ എന്ന ഗോപസ്ത്രീ ഭഗവാനെ നമസ്കരിക്കും, ഉമ്മ വയ്ക്കും, ഭഗവാനെ ഉമ്മ വയ്ക്കും. ഇതേ കൺകൊണ്ടു കായാമ്പൂ നിറമാർന്ന കളേപരം, ഇതേ കൺകൊണ്ട്, എൻ്റെ ഇപ്പോഴത്തെ ഈ കണ്ണ്, ഇതൊക്കെ ഞാൻ ഈ നല്ല നിമിത്തങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ജീവിതത്തിൽ. അതുകൊണ്ട് ഇതേ കൺകൊണ്ട് കായാമ്പൂ നിറമാർന്ന കളേപരം, കൃഷ്ണൻ്റെ നിറം നീല നിറം, അത് ഞാൻ കാണും. സൗന്ദര്യത്തിൻ വിളനിലം കുളിർക്കേ കണ്ടു തന്നെ ഞാൻ. സൗന്ദര്യത്തിൻ്റെ വിളനിലം, സൗന്ദര്യം വിളയാടാണ്. കുളിർക്കേ കണ്ടു തന്നെ ഞാൻ കണ്ണിനെഴും ഫലം നേടും ഉടൻ. ഇന്നില്ല സംശയം, ഇന്നെന്നെ കാണും ഉറപ്പായി. വൃന്ദാവനത്തിൽ എമ്മട്ടിൽ വിളയാടുകിലും വിഭു ഞാനെന്ന ഭാവം, മറ്റൊന്നും ഓരോരോ വേഷമെന്നിയേ. ഞാനെന്ന ഭാവം മറ്റൊന്നും ആവേശമെന്നീ. ആവേശം, ഭഗവാൻ എൻ്റേതാണ് എന്നൊരാവേശം അതുണ്ടാവും ഓരോ സമയത്തും. തൻ മായാശക്തി കൊണ്ടെങ്കും വെറും സക്തൻ്റെ മാതിരി. നോക്കൂ, തൻ മായാശക്തി കൊണ്ട് എങ്ങും വെറും സക്തൻ മാതിരി. ഭഗവാന് സത്യം പറഞ്ഞാൽ ആസക്തി ഒന്നുമില്ല, പക്ഷെ ഭഗവാന്റെ കാട്ടിക്കൂട്ടിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുക. അത് മാത്രമല്ല, വിലസിയിടുകയാം സച്ചിൽ കടമ്പാം വിശ്വഭാവനൻ. സച്ചിൽ സത്തായിരിക്കുന്ന, സത്താമാത്രനായിരിക്കുന്ന, അവരവരുടെ ഹൃദയഗുഹയിൽ പിന്നെ വിലസുന്ന വിശ്വഭാവനൻ. എന്താ വിശ്വഭാവൻ? കണക്കിലെ തവളയല്ല ഭഗവാൻ, വിശ്വഭാവനൻ. ഈ എത്ര മിൽക്കി വേസിലുള്ള സൗരയൂഥങ്ങളുണ്ട് ഭഗവാന്റെ ഈ ശരീരത്തിൽ, പറയാൻ പറ്റില്ല. ഭഗവാന്റെ ശരീരമാണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മുഴുവൻ. അതുകൊണ്ടാണ് അമ്മട്ടുൽ മിന്നും നാഥൻ്റെ നാമം തട്ടാത്ത വാക്കുകൾ. ഏതൊരു വാക്ക് ഉച്ചരിക്കലും അതിൽ ഭഗവൻ നാമം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഉച്ചരിക്കുന്ന വാക്കുകളൊക്കെ പാഴ്വാക്കുകളാണ്. ഭഗവൻ നാമങ്ങളോടുകൂടി ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്, IITയുടെ ഉള്ളിൽ ദേവി പത്മാവതി ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് എനിക്ക് ക്ലാസ് എടുക്കുക. അപ്പോൾ തനിക്ക് എന്തെങ്കിലും പിന്നെ ഭഗവാനെ സ്തുതിക്കണം അറിയോ ചോദിച്ചു. അപ്പോൾ അറിയില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞു രാമ 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 പാഹിമാം മുകുന്ദപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം അങ്ങനെ എന്തോ ചൊല്ലി ഞാൻ. ഈ പാഹിമാം എന്ന് കേട്ടോട് കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖങ്ങൾ മാറി. അതെ, കൃഷ്ണൻ എന്ത് ചെയ്യണം, രാമൻ എന്ത് ചെയ്യണം എന്നുള്ളത്
അവർ തീരുമാനിക്കും. അത് താനല്ല തീരുമാനിക്കാൻ. തന്നെ രക്ഷിക്കണമെന്ന് താൻ പറയാൻ തനിക്ക് എന്താ അധികാരമുള്ളതെന്ന്. പോരെ? പിന്നെ എനിക്കൊന്നും അറിയില്ല പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല. അപ്പോൾ പറഞ്ഞു ഇപ്പോഴാണ് താൻ പരിഭാഗപ്പെട്ടത്. കാരണം എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കും, പക്ഷെ തനിക്കൊക്കെ അറിയുമെന്ന് പറഞ്ഞാൽ ഞാനെങ്ങനെ പറഞ്ഞു തരാം? അപ്പോൾ എനിക്ക് മനസ്സിലായി, സംഗതി മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ചെല്ലേണ്ട ആവശ്യമില്ല, നമ്മളെ രക്ഷിക്കണം നമ്മൾ പറയണ്ട. അതിന് പകരം ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഇത് മതി. ഇതിൻ്റെ പേരെന്താ അറിയുമെന്ന് എനിക്ക് ഇല്ല. ഇതാണ് കലിസന്ധരണ ഉപനിഷത്ത്. എന്നോട് പറയാണ്, ശരി, കലിസന്ധരണ ഉപനിഷത്ത്. അതേപോലെ സപ്താഹം, ആദ്യത്തെ സപ്താഹം 2001 ഹരിയം നഗറിൽ ഭയങ്കര വിപ്ലവാത്മകമായിട്ട് തൃത്താല അനിയന്മാരാർ, അതായത് ശങ്കരകൃഷ്ണൻ, ഡോക്ടർ ശങ്കരകൃഷ്ണൻ്റെ തായമ്പയോട് കൂടിയിട്ടാണ് ദീപാരാധനയ്ക്ക് ആദ്യമായിട്ടാണ് അമ്പലത്തിൽ ഇങ്ങനൊരു പരിപാടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഇളത്താള വിദ്വാനുണ്ട്, രാജൻ പറഞ്ഞിട്ട്, നല്ല ജഗതിൻ്റെ കൂട്ടത്തിൽ നല്ല ഒരു സൗന്ദര്യമുള്ള ആളാണ്. അദ്ദേഹം ഈ എന്താ പറയുക, ഈ കുരുത്തോല കൊണ്ട് ചില തത്തകളെ ചില പൂക്കളേലൊക്കെ ഉണ്ടാക്കിയിട്ട് മണ്ഡപം അലങ്കരിച്ചു. എന്തിനാണ് ഞാനിതൊക്കെ പറഞ്ഞത്? 23 കൊല്ലം മുമ്പ് നടന്ന കാര്യങ്ങൾ. ഇത് പറയണത് എനിക്കൊരു എനർജിയാണ്. അപ്പോൾ ഭഗവാന്റെ കയ്യൊപ്പ് എന്തിലും ഏതിലും ഉണ്ടാവുക. അതുകൊണ്ടാണ് പറഞ്ഞത്, പിന്നെ അമ്മട്ടിൽ മിന്നും നാഥൻ്റെ നാമം തട്ടാത്ത വാക്കുകൾ വെറും നിർജീവം ഉലകിൽ വിഗർഹിതം. ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാത്ത വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുത്. വെറുതെ ഹരേനാമം ജപിച്ചോളൂ, ജനങ്ങൾ സംപ്രീതിപ്പെടും. പിന്നെ പറഞ്ഞു, അലങ്കരിക്കലും തൊട്ടാൽ കുടിക്കും പുണ്യശാലികൾ വ്യാസാധ്യർ വാഴ്ത്തും കല്യാണ ഗുണമാർന്ന മഹാപ്രഭു. കൃഷ്ണൻ ആരാന്നാ പറഞ്ഞത്? അലങ്കരിക്കലും തൊട്ടാൽ കുളിക്കും പുണ്യശാലികൾ, വ്യാസൻ മുതലായിട്ടുള്ള ആൾക്കാർ വാഴ്ത്തും കല്യാണ ഗുണമാർന്ന മഹാപ്രഭു. ഈ ശ്രീകൃഷ്ണൻ ആരാന്നാ പറഞ്ഞത്? മഹാപ്രഭു. ജീവജാലങ്ങളെ അനുഗ്രഹിപ്പാൻ മാത്രം ഈ വിധം അമ്പാർന്ന് അവതരിച്ചോരോ പരമാത്ഭുത ലീലയാൽ. ഭഗവാൻ അവതരിക്കുന്നതൊക്കെ സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവജാലങ്ങളെ അനുഗ്രഹിപ്പാൻ മാത്രം ഈ വിധം അമ്പാർന്ന് അവതരിച്ചോരോ പരമാത്ഭുത ലീലയാൽ ഭക്തമാർഗത്തെ രക്ഷിച്ച് ഗോകുലത്തിങ്കൽ വാഴുകയാം. എങ്ങനെ? ഭക്തിമാർഗത്തെ രക്ഷിക്കുന്നത് ഭഗവാനാണ്. ഗോകുലത്തിങ്കൽ വാഴുകയാം മഹാന്മാർക്ക് ആശ്രയസ്ഥാനം കണ്ണിനെഴും മഹോത്സവം. കണ്ണുണ്ടായാൽ പോരാ, കാണണം. എന്ത് കാണണം? ശ്രീകൃഷ്ണ വിഗ്രഹങ്ങൾ കാണണം. മനസ്സെന്തിനാ? ശ്രീകൃഷ്ണ വിഗ്രഹങ്ങളെ മനസ്സിൽ ധ്യാനിക്കണം. എന്താണ്? പാദാദികേശം കേശാദിപാദം. തലമുടി മുതൽക്ക് പാദം വരെയും പാദം മുതൽക്ക് കേശം, ആരോഹണം അവരോഹണം ആണ്. ഭക്തിമാർഗത്തെ രക്ഷിച്ചു ഗോകുലത്തിങ്കൽ വാഴുകയാം മഹാന്മാർക്ക് ആശ്രയസ്ഥാനം കണ്ണിനെഴും മഹോത്സവം. ആ മട്ടിൽ മിന്നും എൻ അന്തര്യാമിയെ കാണും ഇന്നു ഞാൻ. ഇതെന്തുകൊണ്ട് മനസ്സിലാക്കണില്ലേ? നമ്മൾ ആരേനെ കാണുന്നത്? എൻ്റെ ഉള്ളിൽ മിന്നുന്ന അന്തര്യാമി. എനിക്ക് കണ്ണടച്ചാൽ കാണാവുന്ന ഭഗവാനെ എനിക്ക് എന്താ പറയുക, ക്ഷേത്രങ്ങളെന്നല്ല, നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റും. കാണുന്നതൊക്കെ ശ്രീകൃഷ്ണ പ്രതിമയുടെ മനസ്സിലാക്കിയാൽ മതി. ആ മട്ടിൽ മിന്നും എൻ അന്തര്യാമിയെ കാണും ഇന്നു ഞാൻ കംസന് ജോലി ചെയ്തും കൊണ്ട് ഉപജീവിപ്പൂ വാസ്തവം. ഞാൻ കംസന് ഭൃത്യനായിട്ട് ജോലി ചെയ്തിട്ടാണ് എൻ്റെ ജീവിത സന്ധാനം നടത്തുന്നത്. പക്ഷേ ഇന്ന് ഭഗവാനെ കാണുന്നതോടുകൂടി എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ഇല്ലാതെ ഉണ്ടാവും. കാരണം എന്ത് നേടണം, അത് നേടിയാൽ പിന്നെ എന്താ?
കണക്കെഴുതലും മറ്റും കണ്ടു സാമാന്യരേവരും വെറും ധനാർത്ഥിയായി മാത്രം അവരെ പോലെ എന്നെയും. ഞാൻ കണക്ക് ഗുമസ്തനാണ്. ആരുടെ അടുത്ത്? ഈ കംസൻ്റെ മന്ത്രിസഭയിൽ. അപ്പോൾ ആൾക്കാർ എന്നെ വിചാരിച്ചിട്ട് ഞാൻ ധനം മോഹിക്കുന്ന ആളാണ്. കാരണം ഞാൻ ഗുമസ്തനല്ലേ. ഞാൻ അങ്ങനെയല്ല. അപ്പോൾ അവരെ പോലെ എന്നെയും കരുതിയിടും. അതിന് ഞാൻ അത് നോക്കൂ, ആൾക്കാർക്ക് നമ്മളെപ്പറ്റി എന്ത് വേണമെങ്കിലും വിചാരിക്കാം, പക്ഷെ നമ്മളാരാന്ന് നമ്മൾക്കറിയാം അല്ലേ. അപ്പോൾ വെറും ധനാർത്ഥിയായി മാത്രം അവരെ പോലെ എന്നെയും കരുതിയിടും മിക്ക പേരും ബാഹ്യദൃഷ്ടികളല്ലയോ. അന്തർദൃഷ്ടി ആർക്കുമില്ല, പുറമെ കാണുന്നതല്ലേ ആൾക്കാർ വിശ്വസിക്കുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ ഡേറ്റ് പറയാം. ഇന്ന് 9/9/2024 തിങ്കളാഴ്ച. കുരുവമ്പലം വൃന്ദാവനത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടുന്ന് ഒരു 25-26 കിലോമീറ്റർ ദൂരെ ഓങ്ങല്ലൂരാണ് എൻ്റെ ജന്മസ്ഥലം. അപ്പോൾ ഞങ്ങളുടെ കുടുംബക്ഷേത്രമുണ്ട്, കിഴക്കേ പന്തല്ലൂർ ഭഗവതി ക്ഷേത്രം. അവിടെ വെച്ചിട്ട് അവിടുത്തെ പേരക്കുട്ടറെ അവർക്കൊരു ആൺകുട്ടി ഉണ്ടായി. അതിൻ്റെ 28 നൂലുകെട്ടിലൊക്കെ. അപ്പോൾ സമ്പൂർണ്ണ നാരായണീയം. അപ്പോൾ അല്ല, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം 2013 ഏപ്രിൽ മെയ്യിൽ ഞാൻ അവിടെ ഒരു നവാഹം നടത്തി, ഇതം പ്രഥമമായിട്ട്. ഓങ്ങല്ലൂരിൻ്റെ ചരിത്രത്തിൽ 50 വർഷം ആയിട്ടുണ്ടാവും ഒരു സപ്താഹം, ഒരു ഉത്സവം നടന്നിട്ട്. അപ്പോൾ ഇത് ആൾക്കാർ കൊണ്ടുപിടിച്ച ഉത്സവം പോലെ തന്നെ 9 ദിവസം. അന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു, എല്ലാ ഞായറാഴ്ചയും 4 മണിക്ക് ഇവിടെ വന്ന് സഹസ്രനാമം ജപിക്കണം. അന്ന് കുട്ടികളായിട്ടുള്ളവർ ഇന്ന് കോളേജും ചിലർ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. അതിലൊരാൾ മാത്രം, ഒരു രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ആൾ എന്നെ കണ്ടപ്പോൾ പറയാം, രാജേട്ടാ ഞാൻ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും ഇവിടെ ഒന്ന് ജപിക്കുന്നുണ്ട്. ഒരാൾ ധാരാളമായി. എനിക്കുള്ളൊരു സന്തോഷം. 1000 ആൾ ജപിച്ച ഫല ഒരാളത് കൊണ്ടു നടത്തണമെന്ന് പറയുമ്പോൾ 11 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യം ഒരാൾ ചെയ്യാന്നുള്ളത് അല്ലേ, അത്രയേ ഉള്ളൂ. ഞാൻ പറച്ച എൻ്റെ ഉള്ളിലുള്ള അന്തര്യാമിയാണ് പറഞ്ഞത്. ഞാൻ ആരുമല്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലാഭമാണ് ജീവിതത്തിൽ. അതേമാതിരി 99കളിൽ ബാലാലയ പ്രതിഷ്ഠ അരിയോം നഗറിൽ ഉള്ളപ്പോഴാണ് ഗുരുവായൂർ ഏകാദശിക്ക് ഞാനും എൻ്റെ മിസ്സീസും കൂടി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഒരു തമിഴൻ്റെ എണ്ണപ്പീടിക ഉണ്ട് അവിടെ മാർക്കറ്റ് ഗേറ്റിൽ. അപ്പോൾ 2 കിലോ എണ്ണ വാങ്ങും, തിരി അമ്പലത്തിൽ നിന്ന് എടുക്കും, ധാരാളം ചേരാതെ വയ്ക്കും. ഈ 2 കിലോ എണ്ണ കൊണ്ട് ഗുരുവായൂർ ഏകാദശി ധാരാളം പൂവ് വാങ്ങി കൊണ്ടുവരും. വരുന്നവരെ കൊണ്ടൊക്കെ അർച്ചിപ്പിക്കും. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരാൾ മൈക്കിൽ പറയും, ബാക്കി 3-4 ആൾക്കാർ ഏറ്റു പറയും. വരുന്നവർക്കൊക്കെ ഗുരുവായൂർ ഏകാദശിയല്ലേ, കഞ്ഞിയും പുഴുക്കും. അത് ഇന്നും അവിടെ നടക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു സൂത്രധാരൻ ഭഗവാന്റെ മുമ്പിൽ വേഷം കെട്ടി നടക്കുക, അത്രയേ ഉള്ളൂ. ഭഗവാന്റെ വാക്കുകൾ ഉച്ചരിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുക. അപ്പോൾ ഇവിടെ പറയണു, ഇന്നെന്തോ കാണെങ്കിലും ലോകമറിയും നാളെ വാസ്തവം. അത് വലിയ എടുത്താൽ പൊന്താത്തൊരു വാക്കാ. വെറും ധനാർത്ഥിയായി മാത്രം അവരെ പോലെ എന്നെയും കരുതിയിടും മിക്ക പേരും ബാഹ്യദൃഷ്ടികളല്ലയോ. ഇന്ന് എന്തോ കാണെങ്കിലും ലോകം അറിയും നാളെ വാസ്തവം. അയാൾക്ക് ദൂതനായാൽ എന്തെന്നെ സർവജ്ഞനാം വിഭു, അകവും പുറവും കാൺമോൻ അകറ്റില്ലൊരു മട്ടിലും. ഭഗവാൻ ആരാ? നമ്മളെപ്പറ്റി എൻ്റയർ ഡാറ്റ ഭഗവാന്റെ കയ്യിലുണ്ട്. നമ്മൾ എത്ര ജന്മം എടുത്തു, നമ്മൾ ആയിരുന്നു, നമ്മൾ നല്ല കർമ്മം വല്ലതും ചെയ്തിട്ടുണ്ടോ, ദോഷകർമ്മം എത്ര ചെയ്തിട്ടുണ്ട്, ഏതാണ് മുന്തി നിൽക്കുന്നത്, വാക്ക് പാലിക്കണത് ചെയ്തിട്ടുണ്ടോ, ഈശ്വരനാമങ്ങൾ കീർത്തിക്കണവനാണോ, മറ്റുള്ളവനെ പ്രേരിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇതൊക്കെ ഭഗവാൻ അറിയാം. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യും? അകവും പുറവും കാൺമോൻ അകറ്റില്ല ഒരു മട്ടിലും. നമ്മളെ ഉപേക്ഷിക്കില്ല ഭഗവാൻ, നമ്മളെ ഉപേക്ഷിക്കില്ല. എനിക്ക് എന്തൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷേ
സമയമായിട്ടില്ല. സത്യം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ അനുഭവിച്ച് വരുന്ന ഒരാളാണ്. പ്ലസ് പോയിൻറ്റ് അതാത് സമയത്ത് ഞാൻ പറയാം, മനസ്സിലായില്ലേ? അപ്പോൾ അകവും പുറവും കാൺമോ നകറ്റെല്ലൊരു മട്ടിലും തൃക്കാൽക്കൽ വീണുടൻ നേരിട്ട് ആശ്രയിക്കുകയിൽ ആരെയും ഭഗവാൻ എന്ന് ഭഗവാൻ ഒരു വിളക്ക് വയ്ക്കുക, ഇത് ഭഗവാനാണെന്ന് വിചാരിച്ച് വീണ് നമസ്കരിക്കുക. ചുരുങ്ങിയതൊരു 10-11 നമസ്കരിക്കൂ. നിങ്ങളുടെ മുട്ടുംകാല് പ്രശ്നം, പുറം വേദന ഒക്കെ മാറിക്കിട്ടും. വീണ് നമസ്കരിക്കുക. അങ്ങനെ ചെയ്താൽ എന്താ ഉണ്ടാവുക? തൃക്കാൽക്കൽ വീണുടൻ നേരിട്ട് ആശ്രയിക്കുകയിൽ എനിക്ക് വേറൊരാശ്രയമില്ല, പൊന്ന് തമ്പുരാനെ, ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട് വീട് തന്നെ വിളക്കിൻ്റെ മുമ്പിൽ വീണ് നമസ്കരിക്കുക. തൃക്കാൽക്കൽ വീണുടൻ നേരിട്ട് ആശ്രയിക്കുകയാരെയും അവൻ്റെ ദോഷം എണ്ണിക്കൊണ്ട് അരവിന്ദലോചനൻ അവൻ്റെ ദോഷവശങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അകറ്റില്ലെന്നതാണെന്നും അവിടേക്കു ദൃഢവ്രതം. ഒരാളേനും തൻ്റെ എത്ര തെറ്റ് ചെയ്തിട്ടുള്ളവനും ഭഗവാന്റെ തൃക്കാൽക്കൽ വീണിട്ടുണ്ടെങ്കിൽ അവനെ ഭഗവാൻ വിടില്ല. അവൻ്റെ പോരായ്മകളെ ഭഗവാൻ ഇല്ലായ്മ ചെയ്ത് അവനെ നേരെ നടത്തും, മുമുക്ഷത്വത്തിലേക്ക് നയിക്കുന്ന അർത്ഥം. നേരെ നടത്തുമെന്ന് പറഞ്ഞാൽ മുമുക്ഷത്വത്തിലേക്ക് നയിക്കും. പാശ വിമോഹിത, ആശകളിൽ നിന്നും പാശങ്ങളിൽ നിന്നും അവൻ പുത്രേഷണ, ദാരേഷണ, അർത്ഥേഷണ, ഈ 3 പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് വിടുതല കിട്ടും. അപ്പോൾ അകറ്റില്ലെന്നതാണെന്നും അവിടേക്കു ദൃഢവ്രതം വിഭീഷണനെ അമ്മട്ടിൽ ഓതിയല്ലോ രഘുത്തമൻ. അതായത് ഈ രാമായണം കഥയിൽ വിഭീഷണൻ രാവണൻ്റെ അനിയനാണ്. അപ്പോൾ ദൂത് പറയാൻ വേണ്ടി ഹനുമാൻ അവിടെ പോയി കുറേ വിക്രസൊക്കെ ചെയ്തു. അക്ഷയകുമാരനെ കൊന്നു. അക്ഷയകുമാരൻ എന്ന് പറഞ്ഞാൽ രാവണൻ്റെ അവസാനത്തെ മകൻ. പിന്നെ ഇന്ദ്രജിത്ത് പോയിട്ട് ബ്രഹ്മാസ്ത്രം, അപ്പോൾ നാരായണ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ബ്രഹ്മാസ്ത്രത്തിന് വണങ്ങി ഇദ്ദേഹം വഴങ്ങി. ഈ മൂഢസ്വഭാവമുള്ള രാക്ഷസർ എന്ത് ചെയ്തു? വലിയൊരു സ്ട്രക്ചർ എടുത്ത് ഹനുമാനെ അതിലേക്ക് അങ്ങോട്ട് കടത്തി. ബോധമില്ലാന്ന് നടിച്ച് കിടന്നത് മൂപ്പരെ കയറുകൊണ്ട് കെട്ടിയോടുകൂടി ബ്രഹ്മാസ്ത്രം പോയി. അപ്പോൾ ഇദ്ദേഹം എന്താ വിചാരിച്ചത്? എന്തിനപ്പോൾ രാവണനെ അന്വേഷിച്ച് നടത്തുന്നത്? ഇവരിപ്പോൾ എന്നെ എടുത്തിട്ട് രാവണൻ്റെ അടുത്തേക്കല്ലേ കൊണ്ടുപോവുക? പറഞ്ഞ മാതിരി തന്നെ ഇവർ രാവണൻ്റെ അവിടെ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ് അദ്ദേഹം രാവണനേക്കാൾ മീതെ ഇരിക്കണം എന്ന് പറയുന്നതാണ്. വാല കൊണ്ടൊരു സിംഹാസനമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് ഇരുന്ന്. അപ്പോൾ ഇവൻ ആരടാ ചോദിച്ചു അത്രേ പിന്നെ മന്ത്രിയോട്. അപ്പോൾ ഇയാൾ പറഞ്ഞു ഇങ്ങനെ രാമൻ്റെ ദൂതനാണ്. അപ്പോൾ ഇയാൾ തിരിച്ച് രാവണ, നീ ആരടാ രാവണ ചോദിച്ചു. അങ്ങനെയൊക്കെ ചോദ്യത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇവനെ ഈ ദൂതനെ കൊല്ലാൻ പറഞ്ഞു എന്നാ രാവണൻ. ഉടനെ ഒരാൾ ചാടി എണ്ണീട്ട് പറഞ്ഞു, അരുത്, ദൂതനെ വധിക്കാന്ന് പറഞ്ഞാൽ മഹാപാപമാണ്. അപ്പോൾ രാമൻ എങ്ങനെ അറിയാം? അത് പറഞ്ഞത് വിഭീഷണനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒടുക്കം കാലം ഇവനെ മറ്റുള്ള വാനരന്മാരെ വിരോധിക്കുന്ന രീതിയിൽ ഇവന് വാനരന്മാർക്ക് വാലിലാണ് ശൗര്യം. അതുകൊണ്ട് വാലിൽ ധാരാളം തുണി കെട്ടി എണ്ണ ഒഴിച്ച് കത്തിക്കാൻ പറഞ്ഞു. വാലില്ലാത്തവനെ കൂട്ടില്ല ആൾക്കാർ, വാനരന്മാരെന്ന് പറഞ്ഞു. പക്ഷേ സീതാദേവിയുടെ അനുഗ്രഹം ഒക്കെ ഉള്ളത് കാരണം വാലിനൊന്നും പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ ലങ്കയൊക്കെ ചുട്ട് പിന്നെ ലങ്കയിൽ നിന്ന് ഭാരതത്തിലേക്ക് ചാടി എത്തി ശ്രീരാമചന്ദ്രസ്വാമിയുടെ അടുത്ത് നിൽക്കുമ്പോൾ രാവണനും വിഭീഷണനും കൂടി ചില സംവാദങ്ങൾ ഉണ്ടായപ്പോൾ രാവണന് ദേഷ്യം വന്ന് വിഭീഷണനെ ഗെറ്റ് ഔട്ട് അടിച്ച സമയത്ത് ഇദ്ദേഹം ആകാശമാർഗം 4 അമാത്യന്മാരോടുകൂടി ശ്രീരാമചന്ദ്രനെ സ്തുതിക്കുകയാണ്. സ്തുതി കേട്ട് സംപ്രീതനായിരിക്കുന്ന ശ്രീരാമചന്ദ്രസ്വാമി വിഭീഷണന് അഭയം കൊടുക്കുകയാണ്. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, കുലദ്രോഹികളാണ്, വിശ്വസിക്കാൻ പാടില്ല എന്ന്.
അപ്പോൾ ഹനുമാൻ പറഞ്ഞു, പിന്നെ കുംഭകർണൻ ഈ പിന്നെ എന്താണെന്നാ പറയുക, അതെ, വിഭീഷണൻ ഈശ്വരഭക്തിയുള്ള ആളാണ്. എന്നെ വധിക്കണം എന്ന് പറഞ്ഞപ്പോൾ പാടില്ല എന്ന് പറഞ്ഞ് തർക്കിച്ച ആളാണ്. അതാണ് ഇവിടെ സ്മരിച്ചത്. അകറ്റില്ലെന്നതാണെന്നും അവിടേക്കു ദൃഢവ്രതം വിഭീഷണനെ എമ്മട്ടിലോതിയല്ലോ രഘുത്തമൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.